വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ മാത്രമാണ് ഞാൻ ഈ കഥ തുടർന്ന് കൊണ്ടുപോകുന്നതിനുള്ള ഏക ഒരു കാരണം. അല്ലാതെ എനിക്കിതിൽ നിന്ന് പ്രത്യേകിച്ചൊരു റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഒരുപാട് പേര് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്റ്റോറി ഇപ്പോഴും ഇടുന്നത്. അമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. താൻ ചതിക്കപ്പെട്ടോ ദൈവമേ? അവൾക്ക് തല കറങ്ങും പോലെ തോന്നിത്തുടങ്ങി. മിഥുൻ, എന്താ ഇത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. ആ കുന്നിൻ്റെ മുകളിൽ നിന്നും ഒന്ന് ഒച്ച വെച്ചാൽ പോലും ആരും കേൾക്കില്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. നീ കൂടുതൽ വെപ്രാളം കാട്ടുകയോ അടവിറക്കുകയോ ചെയ്യണ്ട. കുറേ പൈസ നിനക്കും വേണ്ടി മുടക്കിയതല്ലേ. അപ്പോൾ അതൊന്ന് വസൂലാക്കാൻ ഞാൻ വിചാരിച്ചിട്ട് ഇതേ ഉള്ളൂ വഴി. ഒരു 1-2 മണിക്കൂർ നീ ഒന്ന് സഹകരിച്ചാൽ ഇതൊരു മനുഷ്യക്കുഞ്ഞു പോലും അറിയാതെ നമുക്ക് പരിഹരിക്കാം. നേരെ മറിച്ച് ശബ്ദം ഉണ്ടാക്കാനും ആളെ കൂട്ടാനുമാണ് ഭാവമെങ്കിൽ നിന്റെ ഈ സൗന്ദര്യം നെറ്റിൽ കിടന്ന് കറങ്ങും. മിഥുൻ്റെ സംസാര രീതിയും ഭാവപകർച്ചയും കാണേ അമ്മയ്ക്ക് തൊണ്ട വരളുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞ് അവനോട് അപേക്ഷിക്കണമെന്ന് പോലും അവൾക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. മിഥുൻ, നിന്നെ വിശ്വസിച്ചതല്ലേ ഞാൻ പറയുമ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയി. പല കാമുകന്മാരുടെ അടുത്തും ഇതുപോലെ എത്രയോ തവണ ഉണ്ടാക്കി കാണിച്ചിട്ട് ഉണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായാണ് ശബ്ദം പോലും പുറത്തു വരാതെ കരഞ്ഞു പോകുന്നത് എന്ന് അവൾ ഓർക്കാതെ ഇരുന്നില്ല. എൻ്റെ മോളെ, നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഉൾപ്പെടെ സകലത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാ മിഥുൻ നിന്നെ കുപ്പിയിലാക്കിയത്. അതുകൊണ്ട് നീ അങ്ങ് ശീലാവധി ചമയല്ലേ. ഒരുപാട് ചെറുക്കന്മാരെ ഇട്ട് വട്ടം കറക്കിയതല്ലേ നീ. ഇതിപ്പോൾ അതിന് കിട്ടിയൊരു ശിക്ഷയായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. എല്ലാ കാലത്തും നീ തന്നെ അങ്ങ് ജയിച്ചു നിന്നാൽ ശരിയാവത്തില്ലല്ലോ. മിഥുൻ ശക്തിയോടെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. മിഥുൻ, വിട്. അമേയ കൈ കുതറിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവൻ ബലമായി അവളെ താഴേക്ക് തള്ളിയിട്ടിരുന്നു. പെട്ടെന്നുള്ള വീഴ്ചയായതുകൊണ്ട് തല തല്ലിയാണ് അവൾ വീണത്. തല പിളരും പോലെ വേദന എടുത്തപ്പോഴും അവൾ കുതറി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിടിവലിക്കിടയിൽ അനാവൃതമാകുന്ന തൻ്റെ ഇത്തിരി നഗ്നതയിലേക്ക് പോലും ഉയർന്ന ആസക്തിയോടെ നോക്കുന്ന അവൻ്റെ കൂട്ടുകാരെ കാണെ അമ്മയ്ക്ക് ഭയം കൂടിക്കൂടി വന്നു. കിട്ടിയൊരവസരത്തിൽ കയ്യിൽ കിട്ടിയ കല്ലൊന്നുകൊണ്ട് അവൾ മിഥുൻ്റെ കണ്ണിലേക്ക് തന്നെ ഒരു കുത്തുകുത്തി. ആ ഒരലർച്ചയോടെ തെന്നി മാറിയ മിഥുനിലേക്കായിരുന്നു മറ്റ് 2 പേരുടെയും ശ്രദ്ധ. ആ ഒരു പഴുത് മതിയായിരുന്നു അമ്മുവിന് അന്നേരം. അമ്മയ ജീവനും കയ്യിൽ പിടിച്ച് ഓടിത്തുടങ്ങി. വിടരുത് ആ പുന്നാര മോളെ. മിഥുൻ കണ്ണിൽ കൈ പിടിച്ചുകൊണ്ട് ചീറി. മറ്റ് 2 പേർ അവൾക്ക് പിന്നാലെ ഓടി. ഓടുന്നതിനിടയിൽ പലപ്പോഴും ഉരുണ്ടി വീണു അമ്മു. വേദന പോലും വകവെക്കാതെ അവൾ അവിടെ നിന്നെല്ലാം കുതറി ഓടിക്കൊണ്ടിരുന്നു. എപ്പോഴോ ബോധം മറിയുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണിൽ ഇരുട്ട് പടരുന്ന പോലെയും. അപ്പോഴേക്കും തൻ്റെ പിന്നിലുള്ളവരുടെ കാലൊച്ചകൾ തന്നിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അവൾക്ക് നോക്കാതെ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എപ്പോഴോ പിടിവിട്ടതുപോലെ അവൾ ഒന്നാകെ കുഴഞ്ഞ് താഴേക്ക് വീഴാനാഞ്ഞു. അതിനു മുമ്പേ ആരോ ഒരാൾ അവളെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. പരിചിതമല്ലാത്തൊരു ഗന്ധവും സുരക്ഷിതത്വവും തന്നെ വന്ന് മൂടുന്നത് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അമ്മു അറിഞ്ഞു. രുദ്രൻ കയ്യിൽ കുഴഞ്ഞു കിടക്കുന്ന പെൺകുട്ടിയെ ആശങ്കയോടെ അതിലേറെ സ്നേഹത്തോടെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ഒടുവിൽ ഞാൻ നിന്റെ അരികിലെത്തിയിരിക്കുന്നു, രുദ്രൻ്റെ മാത്രം പെണ്ണ്, അവൻ ഉള്ളാലെ പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് വിതുമ്പിപ്പോയിരുന്നു. ഇന്ന് നീ കൈലാസത്തേക്ക് പോവണ്ട. എന്നത്തെയും പോലെ കൈലാസത്തേക്ക് പോകാൻ ഒരുങ്ങവെയാണ് അമ്മയുടെ വാക്കുകൾ ഗൗരിയെ തേടി വരുന്നത്. അതെന്താ? ഞാൻ എന്നും ഈ നേരത്ത് പോവാറുള്ളതല്ലേ. ആ അതെ, പക്ഷെ ഇനി മുതൽ നീ പോവണ്ട. സാവിത്രിയുടെ ശബ്ദം ഉയർന്നു. ഗൗരി നെറ്റി ചൊളിച്ചുകൊണ്ട് സംശയത്തോടെ അമ്മയെ ഒന്ന് നോക്കി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇന്ന് രാജീവും വീട്ടുകാരും കൂടി നിന്നെ പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും വൈകിക്കണ്ട എന്നാണ് അവർ പറയുന്നത്. വലിയ ചടങ്ങൊന്നും വേണ്ട. അടുത്ത മാസം ആദ്യത്തിൽ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം അങ്ങ് നടത്താം. സാവിത്രി ഗൗരിയുടെ മുഖത്ത് പോലും നോക്കാതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അമ്മ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ വിവാഹം നടത്താം എന്ന് ആരും വിചാരിക്കണ്ട. നിന്റെ സമ്മതം നോക്കിയാണോ നിന്നെ എത്ര കാലം ഞാൻ വളർത്തിയുണ്ടാക്കിയത്? അല്ലല്ലോ. സാവിത്രിയിൽ പുച്ഛം നിറഞ്ഞു. അമ്മക്ക് പണം കണ്ട് കണ്ണു മഞ്ഞളിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സ്വന്തവും ബന്ധവും ഒന്നും തിരിച്ചറിയാത്തത്. അമ്മയുടെ ഭ്രാന്ത് കേട്ട് നിൽക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. കയ്യിലിരിക്കുന്ന ചോറും പാത്രം ഒരു കുഞ്ഞു സഞ്ചിയിലേക്കാക്കി ഗൗരി പോവാനായി തിരിഞ്ഞു. നീ ശരിക്കും അവിടെ അടുക്കളപ്പണിക്ക് തന്നെയാണോ പോകുന്നത്? അതോ അവിടുത്തെ രുദ്രനുമായി പ്രേമിച്ച് നടക്കാനോ?
പുറകിൽ നിന്ന് അമ്മയുടെ സ്വരം കേൾക്കെ ഗൗരി ഒരു നിമിഷം വാതിൽക്കൽ തടഞ്ഞു നിന്നുപോയി. കയ്യിലുണ്ടായിരുന്ന സഞ്ചി അവൾ പോലും അറിയാതെ താഴേക്ക് വീണു. അവൾക്ക് അമ്മയെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അപരാധിയെ പോലെ അവൾ മുഖം കുനിച്ചു നിന്നു. സാവിത്രിയിൽ ഗൗരിയുടെ അവസ്ഥ കാണെ ഒരു വിജയച്ചിരി വന്നു തുടങ്ങി. ഇനി ഗൗരിയെ രാജിയുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ തനിക്കധികം പ്രയാസം ഉണ്ടാവില്ല എന്ന് അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു. അമ്മ, എനിക്ക് രുദ്രേട്ടനെ ഇഷ്ടമാണ്. വിറച്ചാണെങ്കിലും ഗൗരി എങ്ങനെയൊക്കെയോ അത് പറഞ്ഞൊപ്പിച്ചു. ഇഷ്ടമാണെന്ന് പോലും. നീ എന്തറിഞ്ഞിട്ടാടി? നീയാണോ ആ ചിത്രമെല്ലാം വരച്ചു കൊടുക്കുന്നത് എന്നറിഞ്ഞ അവൻ നിന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്നാണോ നീ കരുതിയത്? കാർക്കിച്ച് തുപ്പു അവൻ നിന്നെ. നീ ഒരു മണ്ടിയായിപ്പോയല്ലോ. കോടീശ്വരനായ അവൻ നിന്നൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. ഒരിക്കലും രാജീവല്ല അമ്മേ രുദ്രൻ. പണം കൊണ്ട് ഒരിക്കലും രുദ്രേട്ടൻ എൻ്റെ സ്നേഹത്തിന് വിലയിടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഗൗരി പതിയെ പറഞ്ഞു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും പോരാ, ഇപ്പം നിന്ന് ന്യായം പറയുന്നു. ഇനി നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഈ ജന്മം ഇനി രുദ്രനെ കാണാമെന്ന് നീ കരുതണ്ട. അമ്മ വെറുതെ വാശി പിടിക്കണ്ട. ജീവിതത്തിൽ ഗൗരി ആഗ്രഹിച്ചതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. പക്ഷെ രുദ്രേട്ടൻ്റെ കാര്യത്തിൽ ഒരിക്കലും അതുണ്ടാവില്ല. രുദ്രേട്ടൻ ഇല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല. നീ എൻ്റെ മകളാണെങ്കിൽ ഞാൻ പറയുന്നത് എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറയുന്നതിനൊപ്പം തന്നെ സാവിത്രി അവളുടെ കൈ പിടിച്ച് മുറിയിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞിരുന്നു. തനിക്ക് മുന്നിൽ കൊട്ടിയടയുന്ന വാതിൽ നോക്കി ഒരു പകപ്പോടെ ഗൗരി നിന്നുപോയി. അമ്മയുടെ ഭാഗത്ത് നിന്നും അങ്ങനൊരു നീക്കം അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മേ, എന്തേ കാണിക്കുന്നത്? വാതിൽ തുറക്ക്. നീ അതിൻ്റെ ഉള്ളിലിരുന്ന് തല തണുക്കും വരെ ഒന്ന് ആലോചിച്ച് നോക്ക് ഗൗരി. അമ്മ പറഞ്ഞതാണ് സത്യമെന്ന് നിനക്ക് അപ്പോൾ മനസ്സിലാവും. സാവിത്രി അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. തുടരെ ഗൗരി വാതിലിൽ അടിക്കുകയും ഉറക്കെ ശബ്ദമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടും സാവിത്രി കുലുങ്ങിയില്ല. അവരുടെ ഉള്ളിൽ അന്നേരം രാജീവ് കൊടുത്ത മോഹന വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു. അതിലുപരി അവരിലെ സ്വാർത്ഥയായ അമ്മ എഴുന്നേറ്റു തുടങ്ങിയിരുന്നു. താനോ ഇങ്ങനെയെല്ലാം ജീവിതം നശിപ്പിച്ചു തീർത്തു. ഗൗരി രാജീവിനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അതുവഴി ഗൗരിയുടെ ജീവിതവും ഗൗതമിൻ്റെ ജീവിതവും ഒരുപോലെ രക്ഷപ്പെടുമെന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയെ അന്നേരം ആ അമ്മക്കുണ്ടായിരുന്നുള്ളൂ. രാജീവ് എന്ന് പറയുമ്പോഴാണ് രുദ്രൻ്റെ കാര്യം സാവിത്രി അറിയുന്നത്. തന്നെ ഈ വിവരം അറിയിച്ചത് ഇന്ദിരയും മകൾ കാർത്തികയുമാണെന്നും തക്കം കിട്ടിയാൽ അവർ ഗൗരിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും രാജീവ് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാർത്തികയെ ഒഴിവാക്കി ഒരിക്കലും ഗൗരിയെ സ്വീകരിക്കാൻ കൈലാസത്തെ ദേവൻ സാർ ഒരുങ്ങിയില്ല എന്ന് സാവിത്രിക്ക് ഉറപ്പുണ്ടായിരുന്നു. രാജീവ് പറഞ്ഞ പോലെ ഈ വിവരം അറിഞ്ഞ എല്ലാവരും കൂടെ തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്നും അവർ ഭയപ്പെട്ടു തുടങ്ങി. താൻ ഓക്കെയാണോ? രുദ്രൻ അലിവോടെ തനിക്കരികിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ തന്നെ നോക്കി. ഒരു കുപ്പി വെള്ളം ഒന്നാകെ കുടിച്ചു തീർത്തുകൊണ്ട് അമേയ കണ്ണുകൾ നിറച്ച് നന്ദിയോടെ അവനെ നോക്കി ഒന്ന് തലയാട്ടി. സാർ വന്നില്ലായിരുന്നുവെങ്കിൽ പറയാൻ തുടങ്ങുമ്പോഴേക്കും അമേയ വിങ്ങിപ്പൊട്ടിയിരുന്നു. കരയാതെ. രുദ്രൻ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടി. അമ്മു അതിശയത്തോടെ അവനെ ഒന്ന് നോക്കി. എപ്പോഴും ഒരു മുരടൻ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന രുദ്രനിൽ അവൾക്ക് അങ്ങനെ ഒരു ഭാവം ചിന്തിക്കാൻ കൂടെ സാധിക്കുന്നില്ലായിരുന്നു. ഗൗരിയുടെ ഭാഗ്യം. അവൾ പോലും അറിയാതെ അവളുടെ ഹൃദയം ഉരുവിട്ടുകൊണ്ടിരുന്നു. അവരൊക്കെ ആരാ? കുട്ടിക്ക് നേരത്തെ പരിചയമുള്ള ആരെങ്കിലും ആണോ? ഇല്ല, ആദ്യമായിട്ട് കാണുക. കുന്നുംപുറത്ത് ഒരു പ്രതിഷ്ഠയുണ്ട്, അവിടെ ഒന്ന് തൊഴാൻ പോയതാ. തിരിച്ചിറങ്ങി വരുമ്പോഴാ അവരെന്നെ. വായിൽ വന്നൊരു നുണ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അമ്മയെ പിന്നെയും കരഞ്ഞു. അത്രമാത്രം ആ ഒരു സംഭവം അവളെ ഭീതിയിലാഴ്ത്തി കളഞ്ഞിരുന്നു. രുദ്രൻ വന്നില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഭാവി എന്താകുമായിരുന്നു എന്നായിരുന്നു അവൾ അപ്പോൾ ചിന്തിച്ചത്. എങ്കിൽ ശരി സാർ, എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കി കൈകൾ കൂപ്പി നിൽക്കുന്നവളെ വലിച്ച് നെഞ്ചിലോട്ടിട്ട് ഇറുക്കെ പുണരുമ്പോൾ രുദ്രനിൽ നിറയെ സ്നേഹമായിരുന്നു. അമ്മു ആകെ അന്താളിച്ചു പോയി. പക്ഷെ അവൻ്റെ ഉറച്ച നെഞ്ചും ചൂടും അവളെ അടിമപ്പെടുത്തി കളഞ്ഞിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ അങ്ങനെ തറഞ്ഞു നിന്നുപോയി. ഇനി എന്തിനാടോ ഈ ഒളിച്ചുകളി? അന്വേഷിച്ച ഒടുവിൽ താനാണ് എൻ്റെ ജാനകി എന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്താണെന്ന് തനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. തൻ്റെ കുടുംബമോ സാമ്പത്തികമോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അത് കാരണത്താലാണ് ഇത്ര നാളും താൻ എൻ്റെ മുന്നിൽ വരാതിരുന്നത് എങ്കിൽ അതെല്ലാം മറന്നേക്ക്. എനിക്ക് തന്നെ മാത്രം മതി. എന്നെക്കൊണ്ട് ആവും വിധം ഒരു രാജകുമാരിയെ പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം തന്നെ. രുദ്രനിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന തുടങ്ങിയ ചുംബന പൂക്കൾ അവളുടെ മുഖം ഒന്നാകെ വന്ന് മൂടി. അവൾ ഇതുവരെ അറിയാത്ത ഒരു ആലസ്യത്തിൽ അങ്ങനെ പാതി കൂമ്പേ മിഴികളുമായി അങ്ങനെ നിന്നുപോയി. പൊടുന്നനെ അവളുടെ തലച്ചോറിലേക്ക് ഗൗരിയുടെ മുഖം ഓടി വന്നു. രുദ്രനെ പ്രാണനായി കണ്ടിരുന്ന ഗൗരി, ഒന്നുമില്ലായ്മയിൽ നിന്നും രുദ്രൻ എന്ന താൻ തോന്നിയ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയാക്കാൻ ആത്മവിശ്വാസം പകർന്നു കൊടുത്ത ഗൗരി,
രാവുറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ രൂപം വിരലുകൾ കൊണ്ട് നെയ്തു കൂട്ടുന്ന ഒരു പാവം പെണ്ണ്. അയ്യോ! അമേയ അടികൊണ്ട പോലെ രുദ്രനിൽ നിന്നും മാറി നിന്നു. ഒരിക്കലും ചിത്രയെ പോലെ ആയിരുന്നില്ല അമ്മുവിന് ഗൗരി. ഗൗരിയോട് അവൾക്ക് എന്നും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അവളെ നോവിക്കാൻ തന്നെ കൊണ്ട് ആവില്ല. അമ്മു മനസ്സിൽ പിറുപിറുത്തു. ഞാനല്ല അത്. അമേയ വിലങ്ങനെ തലയാട്ടി. രുദ്രൻ അവളുടെ നനുത്ത ചുണ്ടിൽ ചുണ്ടുവിരൽ കൊണ്ട് പതിയെ ചേർത്തു. നുണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട താൻ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ താൻ വണ്ടിയിൽ ചിത്രം കൊണ്ട് വെച്ച് പോകുന്നത്. രുദ്രൻ്റെ വാക്കുകളിൽ അമ്മയെ തലക്കടി കിട്ടിയ പോലെ നിന്നുപോയി. പലപ്പോഴും ഗൗരിക്ക് പകരം താനും ചിത്രയുമെല്ലാം ഗൗരി വരച്ച ചിത്രങ്ങൾ അങ്ങനെ കൊണ്ടുവെക്കാറുണ്ട്. എപ്പോഴെങ്കിലും അത് കണ്ടപ്പോൾ രുദ്രൻ തെറ്റിദ്ധരിച്ചതാവും. ഗൗരിയെക്കുറിച്ച് രുദ്രനോട് ഇപ്പോൾ പറയണോ വേണ്ടയോ എന്ന ചിന്ത അവളെ വലച്ചു തുടങ്ങി. ഒരിക്കലും ആത്മമിത്രത്തെ വഞ്ചിക്കാൻ അമയ ഒരുക്കമല്ലായിരുന്നു. രുദ്രൻ്റെ അടുത്തിൽ നിന്നും എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ഉള്ളിലെ ധാരണകളെ തിരുത്താൻ അമ്മുവിനായില്ല. അവൻ്റെ ഉള്ളിൽ അന്നേരവും അമ്മുവായിരുന്നു താൻ ഇതുവരെ കാത്തിരുന്ന തൻ്റെ പ്രണയിനി. തൻ്റെ വീട്ടുകാരെ പേടിച്ചിട്ടാണോ താൻ എന്നോട് സത്യം തുറന്ന് പറയാത്തത് എന്ന രുദ്രൻ്റെ ചോദ്യത്തിൽ അമ്മു കുഴങ്ങിപ്പോയി. എത്രയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും രുദ്രൻ അമ്മയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് ചെന്നു. ഉമ്മറത്ത് തന്നെ പട്ട കൊത്തി കൊണ്ട് നിൽക്കുകയായിരുന്ന ശ്യാമള മുഖം തിരിച്ചപ്പോൾ ആദ്യം കണ്ടത് രുദ്രനെയാണ്. കൈലാസത്തെ കുട്ടി എന്താ ഇങ്ങോട്ട് എന്ന് ആലോചിച്ച് തിരിയുമ്പോഴാണ് അവൻ്റെ കൂടെ അമ്മയെയും കാണുന്നത്. ശ്യാമളക്കാകെ അതിശയമായി. രുദ്രേട്ട ഇങ്ങോട്ടിരിക്ക്, ഞാൻ ഇപ്പോൾ വരാം. ശ്യാമള എന്തെങ്കിലും ചോദിക്കും മുമ്പേ രുദ്രനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തിക്കൊണ്ട് അവൾ അമ്മയുടെ കൈയും പിടിച്ച് വേഗത്തിൽ അടുക്കള ഭാഗത്തേക്ക് ഓടി. എന്താടി, എന്താ കാര്യം? എന്തിനാ കുട്ടി ഇങ്ങോട്ട് വന്നത്? ശ്യാമള സംശയദൃഷ്ടിയോടെ അവളെ ഒന്ന് നോക്കി. അമ്മേ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി നിൽക്കുകയാണ്. ഞാൻ തൽക്കാലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുരുക്കിയൊന്ന് പറഞ്ഞു തരാം. അമ്മയെ ഗൗരിയും രുദ്രനുമായുള്ള ബന്ധവും രുദ്രൻ തിരിച്ച് അവളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നതും ഇപ്പോൾ ഗൗരി താനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് രുദ്രൻ ഇങ്ങോട്ട് വന്നതെന്നും തുടങ്ങിയ സകല വിവരങ്ങളും അമ്മക്ക് ചുരുക്കി പറഞ്ഞു കൊടുത്തു. ഈശ്വര, ഇതെന്ത് കഥ! ഒരു നാട്ടിലും കേട്ട് കേൾവില്ലാത്തൊരു പ്രേമം. എന്നാലും മിണ്ടാപൂജ കലവടക്കും എന്ന് പറയുന്നത് എത്ര ശരിയാ? ഗൗരി ഇതൊക്കെ ചെയ്യുമെന്ന് ആര് കണ്ടു? വെറുതെ അല്ല അത്രയും പണക്കാരുടെ വീട്ടിൽ നിന്നും കല്യാണക്കാരി വന്നിട്ട് ആ പെണ്ണ് സമ്മതിക്കാത്തത്. അതിലും വലിയ പുളിങ്കൊമ്പിലല്ലേ അവൾ പിടിച്ചിരിക്കുന്നത്. ശ്യാമള അതിശയഭാവത്തിൽ താടിക്ക് കൈകൊടുത്തുപോയി. അല്ലെങ്കിലും ആ സാവിത്രിക്ക് ഇത്തിരി ഒന്നല്ല അഹങ്കാരം. അവളുടെ മോളെന്തോ സകല നല്ല ഗുണങ്ങളും തികഞ്ഞു നിൽക്കുന്ന ആണെന്നൊരു വെപ്പായിരുന്നില്ല അവൾക്ക്. ശ്യാമളയുടെ ഉള്ളിൽ നാളെ അയൽക്കൂട്ടത്തിൽ പോയി പരത്താൻ ഒരു വാർത്ത കിട്ടിയ സന്തോഷമായിരുന്നു അന്നേരം. അവൾ രുദ്രനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ രുദ്ര ഒന്നും അല്ലായിരുന്നു. അല്ലാതെ അമ്മ പറയുന്ന പോലെ അവൾ പുളിങ്കൊമ്പ് നോക്കി പിടിച്ചതൊന്നുമല്ല. ഗൗരിയെക്കുറിച്ച് ശ്യാമള പറഞ്ഞതൊന്നും എന്തോ അമ്മുവിന് ഇഷ്ടപ്പെട്ടില്ല. ഓ, അച്ഛനെയും അമ്മയെയും പറഞ്ഞ നിനക്ക് ഇത്ര നോവില്ലല്ലോടി. സത്യം പറയടി, ഇത് വേറൊരടവൊന്നുമല്ലല്ലോ. അയ്യോ എൻ്റെ പൊന്നമ്മ, സത്യമായിട്ടും ഗൗരിയാണ് തെറ്റിദ്ധരിച്ച് എൻ്റെ കൂടെ വന്നതാണ് രുദ്രേട്ടൻ. അമ്മയെ സ്വന്തം തലയിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഗൗരിയാണ് ഇതിന് പിന്നിലെന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ? അതെങ്ങനെ പറയും? അവളും രാജയും തമ്മിലുള്ള വിവാഹം നടത്തൂ എന്ന് പറഞ്ഞ് അവളുടെ അമ്മ ഒറ്റക്കാലിൽ നിൽക്കുകയല്ലേ. ഗൗരിയോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ എങ്ങനെ രുദ്രേട്ടനോട് സത്യം പറയും വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും മിണ്ടാതിരുന്നത്. അമ്മയുടെ വാക്കുകൾ കേൾക്കെ ഒരു നിമിഷം ശ്യാമള ചിന്തയിലാണ്ടു. അമ്മ എന്ത് കുതന്ത്രാണ് ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഓ, ഒന്നുമില്ല, ശ്യാമള ഒരു പതറിയ സ്വരത്തോടെ പറഞ്ഞു. എങ്കിൽ വാ ഇങ്ങോട്ട്, എന്തെങ്കിലും പറഞ്ഞു ഒഴിയാൻ നോക്ക്. നാളെ രാവിലെ തന്നെ ഗൗരിയോട് സംസാരിച്ച് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നാഴികക്ക് 40 വട്ടം നുണ പറയുന്ന നിനക്ക് രുദ്രനോട് പറയാൻ പ്രത്യേകിച്ച് നുണയൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ അതിശയമുണ്ട് അമ്മു. അമ്മ ഞാൻ പറയുന്ന നുണയുടെ സെൻസസ് എടുക്കാൻ നിൽക്കാതെ അയാൾ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിട്. അമ്മയെ തിരക്ക് കൂട്ടി. പൊടുന്നനെ ശ്യാമളയുടെ ഉള്ളിലേക്ക് പല പല ചിന്തകളും കുന്നുകൂടിക്കൊണ്ടിരുന്നു. അമ്മ വേഗം ഇങ്ങോട്ട് വാ, ഇല്ലെങ്കിൽ രുദ്രേട്ട ഇങ്ങോട്ട് കയറി വരും. അച്ഛനും അമ്മയുമാണ് പ്രശ്നമെങ്കിൽ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് പിന്നാലെ വന്നതാണ് രുദ്രേട്ടൻ. അല്ല, അത് പറഞ്ഞപ്പോഴാ നീ രാവിലെ എങ്ങോട്ടാ കെട്ടും കെട്ടിപ്പോയിരുന്നത്? ശ്യാമള നെറ്റി ചൊളിച്ചു. ആ ചോദ്യത്തിൽ അമ്മ ഒന്ന് പതറി. അവൾക്കൊരു നിമിഷം മിഥുൻ തന്നോട് ചെയ്യാൻ നോക്കിയ ക്രൂരത ഓർമ്മയിലേക്ക് തികട്ടി വന്നു. കണ്ടവന്മാരുടെ കൂടെ ഊര് ചുറ്റി നടന്ന് നിന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മയുടെ മുഖത്തെ പതർച്ച കണ്ടപ്പോൾ ശ്യാമളക്ക് കലി കയറി. പെണ്ണിന് കുറച്ച് തൊലിയെളുപ്പും കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ ഏതവന്മാരും കെട്ടിക്കൊണ്ടു പോകും. അതിപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം നോക്കിയിട്ടൊന്നല്ല ഇന്നത്തെ കാലത്ത് പെണ്ണന്വേഷിച്ചു വരുന്നത്. അമ്മക്ക് കെട്ടാൻ ചെറുക്കനെ കിട്ടിയില്ലേ, അപ്പോൾ എനിക്കും കിട്ടും. അമ്മയെ തെല്ലൊരു അഹങ്കാരത്തോടെ പറഞ്ഞു. നിന്റെ ഈ അഹങ്കാരത്തിന് നീ എന്തൊക്കെയാണാവോ അമ്മ ഉണ്ടാക്കി തീർക്കുക. അമ്മ തർക്കിച്ച് നിൽക്കാനുള്ള സമയമല്ല, എങ്ങനെയെങ്കിലും പറഞ്ഞ് അയാളെ ഒഴിവാക്കാൻ നോക്ക്.
ശ്യാമള ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പക്ഷെ ആ നിമിഷം തൊട്ട് അവരുടെ ഉള്ളിലെ പല പല ഗൂഢചിന്തകളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ശ്യാമളയെ കണ്ട പാടെ രുദ്രൻ ഇരുന്നിടത്ത് നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അയ്യോ മോനെ, എഴുന്നേൽക്കാതെ അവിടെ ഇരുന്നോളൂ. ശ്യാമളക്ക് വെല്ലായ്മ തോന്നി. മറുപടിയായി അവനൊന്ന് ചിരിച്ചു. രുദ്രനോട് എന്തു പറയുമെന്നറിയാതെ ശ്യാമള അല്പനേരം ആലോചിച്ച് നിന്നുപോയി. ശ്യാമളയുടെ മൗനം രുദ്രനെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ അമ്മുവിന് തനിക്ക് തരാൻ തയ്യാറായില്ലെങ്കിലും എന്നൊരു ചിന്ത അവനിൽ നിറഞ്ഞു. രുദ്രൻ പൊടുന്നനെ ശ്യാമളയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവരുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. അമ്മ എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം. എനിക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. നാട്ടിലുള്ള സകല അവന്മാരുടെ കൂടെയും അടി പിടിച്ചും വഴക്കുണ്ടാക്കി നടന്നൊരു ഭൂതകാലം. പക്ഷെ അമ്മക്ക് തന്നെ അറിയാലോ, ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് ഞാൻ മാറി. ആ മാറ്റത്തിനെല്ലാം കാരണം അമ്മുവാണ്. അവൾ എനിക്ക് തന്ന ആത്മവിശ്വാസമാണ്. അച്ഛനേക്കാളും എൻ്റെ രക്തബന്ധങ്ങളെക്കാളും കൂടുതൽ അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യമൊക്കെ ആരാ എന്നെ പറ്റിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അമ്മുവിൻ്റെ പ്രണയവും അവളുടെ ആത്മാർത്ഥതയും ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ലോകത്തിലെ ഒന്നിനു വേണ്ടിയും അവളെ തള്ളി പറയാനോ അവളെ വഞ്ചിക്കാനോ എനിക്കാവില്ല. അമ്മ എൻ്റേതായി തന്നൂടെ അവളെ ഞാൻ നോക്കിക്കോളാം, രാജകുമാരിയെ പോലെ വാഴിച്ചോളാം. രുദ്രൻ്റെ കണ്ണുകളൊന്ന് കലങ്ങി. അത്രമാത്രം അവരുടെ മൗനം അവന് വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ ആരെങ്കിലും തടസ്സം നിന്നാൽ ഈ വിവാഹം നടക്കാതെ പോയെങ്കിലോ? അമേയ ആണെങ്കിൽ ഇതുവരെ തുറന്ന് സമ്മതിച്ചിട്ടില്ല ആ പെൺകുട്ടി താനാണെന്ന്. അതും അവനിൽ ആശങ്ക വളർത്തി. മോനെ, അത് ഞാൻ... ശ്യാമള എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി. എല്ലാം കണ്ടിരുന്ന അമേയ ഗൗരി ഒന്ന് കണ്ടാൽ മതി, അവളോട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചാൽ മതി എന്ന പോലെ നിന്നുപോയി. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് കൈലാസത്ത്. പക്ഷെ രുദ്രനെ അതൊന്നും മോഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കാർത്തികയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടും ഞാൻ അതൊന്നും കേൾക്കാതിരുന്നത്. ഇപ്പോൾ കൈലാസത്തെ ഗ്രൂപ്പിനേക്കാൾ 3 ഇരട്ടി വലിപ്പുണ്ട് രുദ്രൻ്റെ സാമ്രാജ്യത്തിന്. പക്ഷെ അത് എൻ്റെ മാത്രം കഴിവായിരുന്നില്ല. എന്നിൽ ഞാൻ കാണാതെ പോയിരുന്ന പല കഴിവുകളും മുന്നോട്ട് തുറന്നു കാണിച്ചു തന്നത് അമ്മയുടെ മോളായിരുന്നു. ജീവിതത്തിൽ ഇനി അങ്ങോട്ടെന്നും എനിക്ക് അവളെ വേണം അമ്മ. അവളില്ലാതെ രുദ്രനെ കൊണ്ട് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പൊടുന്നനെ ശ്യാമളയുടെ കണ്ണുകളിൽ ആർത്തി മിന്നിത്തുടങ്ങി. മോൻ വിഷമിക്കാതെ, അമ്മ അച്ഛൻ വന്നിട്ട് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മോനെ ഞങ്ങളുടെ മരുമകനായി കാണുന്നതിന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഞങ്ങളുടെ ഭാഗ്യമായാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ മകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യമല്ലേ ഇത്. ഞാനായിട്ടൊരിക്കലും അത് തടയില്ല. ശ്യാമളയുടെ വാക്കുകളിൽ രുദ്രൻ്റെ മുഖത്ത് പാൽനിലാവ് പോലെ പുഞ്ചിരി പടർന്നു. പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മയ തലക്കടി കിട്ടിയ പോലെ നിന്നുപോയി. അവളുടെ മുഖം വിളറി വെളുത്തു. ഈ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. സത്യമാണോ അമ്മ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വരാം. അച്ഛനെയും കുട്ടി ഒന്ന് ആലോചിച്ച് എത്ര എളുപ്പം ഒരു അനുകൂലമായ ഒരു തീരുമാനം എടുക്കണേ അമ്മ. എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ സെറ്റിലാവണമെന്നാണ് എനിക്ക്. ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് അമ്മുവിനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് മാത്രമാണ് ഞാൻ ഇത്രയും നാളും നാട്ടിൽ പിടിച്ചു തൂങ്ങി നിന്നത്. ഇനി എത്ര എളുപ്പം വിവാഹം നടത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാം. അത് മോനെ, പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ശ്യാമള ഒരു അടവിറക്കി. അമ്മ, ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്വത്തിൽ മുഴുവൻ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി അമ്മുവിൻ്റെ കൈകൾ കൂടി പതിഞ്ഞതാണ്. അവളില്ലായിരുന്നെങ്കിൽ രുദ്രൻ എന്നും അച്ഛൻ്റെ തണൽ പറ്റി മാത്രം ലോകം കണ്ടേനെ. അമ്മ മരിച്ചു പോയത് പിന്നെ ഞാൻ ഇതുവരെ ആരെയും അമ്മ എന്ന് വിളിച്ചിട്ടില്ല. അമ്മുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എൻ്റെയും അമ്മയാണ്. എന്നെയും സ്വന്തം മകനായി കണക്കാക്കി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. രുദ്രൻ്റെ വാക്കുകൾ അവരുടെ ആർത്തിയെ ഇരട്ടിപ്പിച്ചു. യാത്ര പറഞ്ഞിറങ്ങുന്ന രുദ്രനെയും നോക്കി അമ്മയെ പകച്ചു നിന്നു. അമ്മ, നിങ്ങളിത് എന്ത് തോന്നിയാസാ പറഞ്ഞത്? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഞാൻ എൻ്റെ ഗൗരിയോട് എന്ത് പറയും? അമ്മയെ കലിയോടെ ശ്യാമളയ്ക്ക് നേരെ തിരിഞ്ഞു. തുടരും സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ആകെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത്. സോ ആരും മടി കൂടാതെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്